മലപ്പുറം മുന്നയൂരിൽ കേവലം 5 കോഴിമുട്ട വാങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ നിസ്സാര തർക്കം ഒടുവിൽ 52കാരനായ ഒരു മനുഷ്യന്റെ ദാരുണമായ കൊലപാതകത്തിലാണ് എത്തിയത്. കുന്നത്ത് പറമ്പ് സ്വദേശിയായ ഫൈസലാണ് ഈ ദാരുണ സംഭവത്തിൽ മരിച്ചത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുന്നത്ത് പറമ്പ് സ്വദേശിയായ 33കാരൻ ലത്തീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 8-ാം തീയതിയാണ് സംഭവം നടന്നത്. അതും രാത്രി 10 മണിയോടെ. കുന്നത്ത് പറമ്പിലെ ഒരു പലചരക്ക് കടയിൽ ഫൈസലും ലത്തീഫും ഒരേ സമയത്താണ് കോഴിമുട്ട വാങ്ങാൻ എത്തിയത്. 2 പേർക്കും 5 മുട്ടകൾ വീതം വേണമായിരുന്നു. എന്നാൽ ആ സമയം കടയിലാകെ 6 കോഴിമുട്ടകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. സ്റ്റോക്ക് കുറവായതിനാൽ ഉള്ള 6 മുട്ടകൾ 2 പേർക്കുമായി 3 വീതം വീതിച്ചു നൽകാമെന്ന് കടയുടമ പറഞ്ഞെങ്കിലും ഫൈസൽ അതിന് ഒട്ടും തയ്യാറായില്ല. തനിക്ക് 5 മുട്ടയും വേണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതോടെയാണ് ഇരുവരും തമ്മിൽ കടയ്ക്കുള്ളിൽ വെച്ച് കടുത്ത വാക്കുതർക്കം ഉണ്ടായത്. ഇതിനിടയിൽ ലത്തീഫ് തനിക്ക് ലഭിച്ച മുട്ടകളുമായി തന്റെ വാഹനത്തിൽ കയറി പോകാൻ ഒരുങ്ങി. ഇതിൽ പ്രകോപിതനായ ഫൈസൽ തന്റെ കൈവശമുണ്ടായിരുന്ന കോഴിമുട്ട ലത്തീഫിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. ഈ പ്രവൃത്തിയിൽ കടുത്ത ക്ഷുഭിതനായ ലത്തീഫ് വാഹനത്തിൽ നിന്നിറങ്ങി ഫൈസലിനെ ബലമായി പിടിച്ചു തള്ളി. ലത്തീഫിന്റെ ശക്തമായ തള്ളലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മലർന്നടിഞ്ഞു വീണ ഫൈസലിന്റെ തല റോഡിന്റെ തറയിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. ഈ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കും പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഉണ്ടായത്. അർജന്റീന ഫ്രാൻസ് ഫുട്ബോൾ ആരാധകർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് മരണത്തിൽ കലാശിച്ചതെന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിച്ച വാർത്തകൾ. എന്നാൽ ഈ നുണപ്രചരണങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെറും കോഴിമുട്ട വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു. ഗുരുതരമായ ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായ ആശുപത്രി അധികൃതരുടെ ചികിത്സാ അനാസ്ഥയും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. റോഡിൽ തലയിടിച്ചു വീണ ഉടൻ തന്നെ ഫൈസലിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക ചികിത്സ മാത്രം നൽകി അദ്ദേഹത്തെ അന്നു തന്നെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവവും ഗുരുതരമായ പരിക്കും കൃത്യമായി കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ആശുപത്രിക്ക് കഴിഞ്ഞില്ല എന്നത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വീട്ടിലെത്തിയ ശേഷവും കടുത്ത തലവേദനയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും തുടർന്നതോടെയാണ് ഫൈസലിനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. സംഭവത്തിൽ ലത്തീഫിനെതിരെ ആദ്യം വധശ്രമത്തിനാണ് കേസെടുത്തതെങ്കിലും ഫൈസലിന്റെ മരണത്തോടെ പ്രതിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തുകയും പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പരേതനായ വടക്കേപ്പറമ്പ് അബ്ദുൾ ഖാദറിന്റെയും ഫാത്തിമയുടെയും മകനാണ് മരിച്ച ഫൈസൽ. സുഹ്റയാണ് ഭാര്യ. ഇവർക്ക് 2 മക്കളാണ് ഉള്ളത്.